ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെച്ചസ് മലയാളം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വോൺ വോയിസിലാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ എപ്പോഴും ഒരു വോയിസ് ഓവർ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുമ്പം നോർമൽ സ്കിന്നാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെയാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇത് എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനം വെച്ചിട്ട് ചെയ്യുന്നതാണ്. കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സാധനങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചിട്ട് കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതുകൊണ്ട് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. മുന്നോട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അമർത്തണം. അപ്പോൾ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം, നിങ്ങൾക്ക് എന്താ ഈ വീഡിയോസിനെ കുറിച്ച് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമുക്കൊരു വീഡിയോസ് ഇടാനൊക്കെയുള്ളൊരു പ്രചോദനം കിട്ടുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, തരി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ പത്തിരിപ്പൊടിയോ പുട്ടുപൊടിയോ അരിപ്പൊടി ആയാൽ മതി. അതെടുക്കുക. എടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി. അപ്പോൾ ഇത് കടലപ്പൊടി സാധാ കടലപ്പൊടിയാണ്. ഇതിലേക്ക് ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2-3 സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാ കടലപ്പൊടി ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരു കടലപ്പൊടിയും കൂടെ, ഈ കടലപ്പൊടി ഒരു സ്പൂണ് കടലപ്പൊടിയും കൂടെ ചേർക്കുക. അതായത് നമ്മളെ സ്കിന്ന് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, ടൈപ്പാണല്ലോ സ്കിന്ന് വരുന്നത്. അതിൻ്റെ ഒരു പ്ലെയിന് ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ഞാൻ പുറത്തുനിന്ന് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ലൈറ്റ് ഞാൻ ഷോപ്പിൽ വെച്ച് മറന്നു വന്നു, അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഈ അരിപ്പൊടി ഇതിൽ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്താണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ സാധാരണ കടലപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ കടലപ്പൊടിയാണ് ഇനി ഇടാൻ പോകുന്നത്. ഞാൻ കടലപ്പൊടി ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. ഓരോരുത്തരും ഫേസിനനുസരിച്ച്, ചിലർക്ക് തടിയുള്ള ഫേസ് ആയിരിക്കും, ചിലർക്ക് തടി ഇല്ലാത്തതായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, മീൻസ് നല്ല തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ സ്കിന്നിന് ഓരോ മുഖത്തിന് ആവശ്യമുള്ളത് എടുക്കുക. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് തേനാണ് കേട്ടോ. തേൻ. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് തേനാണ്. ഇത് നാടൻ തേന, ചെറുതേനാണ് കേട്ടോ. അപ്പോൾ അന്ന് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. അതായത് ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടാക്കുന്നുണ്ട് തേനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന തേനാണ്, ശുദ്ധമായ തേനാണ്, ചെറുതേനാണ്. അപ്പോൾ തേൻ എന്ന് പറയുമ്പോൾ ഇത് തേൻ യൂസ് ചെയ്യുക, ചെറുതേനെ യൂസ് ചെയ്യണമെന്നില്ല. തേൻ യൂസ് ചെയ്യുന്ന സമയത്ത് പ്യുവറായിട്ടുള്ള തേൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പറയുന്ന അത്ര, അതായത് നമുക്ക് കാണുന്ന ഞാൻ പറയുന്ന അത്ര റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഈ മിക്സിയിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തി കൊടുക്കട്ടോ. ഒരു നല്ലൊരു സ്മെല്ലാണ് ഈ തേൻ. അപ്പോൾ ഈ തേനും കൂടെ ചേർത്ത് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലാക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് എന്താ പറയുക, പാൽപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ വേണ്ടവർ ഇട്ടാൽ മതി. ഞാൻ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. തൈര് ഇടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ തൈര് ഇടുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള തേന്, ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ തേൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതിൽ തൈര് യൂസ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ തേൻ്റെ ആവശ്യം കുറയും. കാരണം തൈര് കുറച്ച് ഒരു വെള്ളമായിട്ടുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ തേനിൻ്റെ കുറച്ച് കുറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ തേൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ തേൻ എടുത്താലുള്ള മെച്ചം എന്തായാലും നമ്മുടെ മുഖത്തുള്ള കുറച്ച് ചിലർക്ക് ഉണ്ടാവില്ല നല്ല മുടി, അതായത് രോമം നമ്മളെ മുഖത്തുണ്ടാവില്ല. ആ മുഖത്ത് രോമമുള്ളവർക്കൊക്കെ ഈ രോമം കൊഴിഞ്ഞു പോകാനും നല്ലതാണ് ഈ ഒരു തേൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നേരെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവേ. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച ഒരു ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒരു ഇത്തിരിയും കൂടെ ആവശ്യത്തിനുള്ള തേൻ നമ്മൾ എടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വോൺ വോയിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തന്നെ പറഞ്ഞില്ല, അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മിക്സ് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ പിന്നെയും പറയുകയാണ്, തൈര് ചേർത്തേണ്ടവർക്ക് തൈര് ചേർത്താവുന്നതാണ്. തൈര് ചേർത്ത് ഒന്നുകൂടെ റിസൾട്ട് വരും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് എടുക്കാത്തത്. തൈര് എടുത്താൽ നല്ലതാണ്. അപ്പോൾ പിന്നെയെന്ന് പറയാനുള്ള കാരണം, ഞാനിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പിന്നെയും പറഞ്ഞല്ലോ, നമ്മൾ
പാൽപ്പൊടി അപ്ലൈ ചെയ്തുകൊണ്ടാണ് തൈര് പിന്നെ ഞാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് എടുത്തുകൊണ്ടു. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മുഖം നനച്ചാൽ നല്ലത്. ഞാനിപ്പോൾ നനയ്ക്കുന്നില്ല. ചുരുക്കത്തിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ സ്കിന്നൊന്നും ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ അത് മുഖത്ത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മളിത് മൊത്തം വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് പറയാനുള്ള കാരണം പറയാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇട്ടതിനു സംസാരിക്കരുത്. കാരണം ഒരു വലിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് മാക്സിമം നമ്മൾ ഇതാവണം. പിന്നെ എന്ന് പറയണമെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ കുറച്ചുകൂടെ തൈര് യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ തൈര് കുറച്ചും കൂടെ യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ തൈരും നമ്മുടെ തേനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് റിസൾട്ട് എന്താണെന്ന് അറിയാം. അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ റിസൾട്ട് ലാസ്റ്റ്. കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നമ്മളിത് ഉണങ്ങിയതിന് ശേഷം കാണാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് വയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, നേരെ നമുക്കിത് ഉണങ്ങിയതിന് ശേഷം കാണാം അല്ലേ. അപ്പോൾ ഏകദേശം കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് കേട്ടോ. കാരണം ആ ഒരു തരി വെച്ച് നമ്മൾ മസാജൊക്കെ ചെയ്തതല്ലേ. അപ്പം ഇന്നും കൂടി ഞാൻ തുടച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കാട്ടിത്തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ നല്ലൊരു തിളക്കം വരുന്നുണ്ട് നമ്മളെ മുഖത്ത്. ഇതിന് മുന്നത്തെ നമ്മുടെ
നമ്മൾ നമുക്ക് നല്ലൊരു തോർത്ത് വെച്ച് നന്നായിട്ട് ഒപ്പിയെടുക്കുക കേട്ടോ. കണ്ടോ?